നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെ മറന്നുവോ മറന്നുപോയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വായനയാണ് ചെയ്യാൻ പോകുന്നത്. രണ്ട് ചിത്രം വെച്ചിട്ടുള്ള വായനയാണ്. രണ്ട് ചിത്രങ്ങൾ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ചിത്രമാണോ നിങ്ങൾക്ക് കൂടുതലും ഇഷ്ടമാകുന്നത് ആ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഈ വ്യക്തി നിങ്ങളെ മറന്നുപോയോ? ഈ വ്യക്തിയെ കുറിച്ചിട്ടുള്ള വായനയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ പറ്റുമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അതിന് സാധിച്ചില്ല എന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാകും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കയറി നോക്കുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഒരിക്കലും കൊടുക്കാതിരിക്കില്ല, തീർച്ചയായും കൊടുത്തിട്ടുണ്ടാകും. ചിലപ്പോൾ കമൻറ്റ് ബോക്സിലും അതുപോലെ സ്ക്രീനിലും ചിലപ്പോൾ കൊടുക്കാൻ വിട്ടുപോയേക്കാം. പക്ഷേ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒരിക്കലും ഞാൻ വിട്ട് കളയാറില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയിലേക്ക് കടക്കാം. ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയാണ്. ഞാൻ എന്നാലും ഒന്നും കൂടെ സ്ക്രീനിൽ ആദ്യത്തെ ചിത്രം ഒന്നും കൂടെ കാണിക്കാം. കുറച്ചുകൂടി വലുതാക്കി കാണിക്കാം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ പോസ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് സൂക്ഷ്മമായി നോക്കാവുന്നതാണ്. നോക്കിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വായനയിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ മറന്നുപോയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വായനയാണ്. ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ പ്രണയ ജീവിതത്തിലാണെങ്കിൽ വളരെയധികം വിരഹദുഃഖം അനുഭവിക്കേണ്ട ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വിരഹദുഃഖം എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയുമായി നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ പ്രണയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ ആ പ്രണയം നിങ്ങൾക്ക് ആസ്വദിക്കാനോ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ സന്തോഷകരമായ രീതിയിൽ ഇരിക്കാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. വിരഹം തന്നെയാണ്, വിരഹവും ഒറ്റപ്പെടലുമാണ് നമുക്കിതിൽ നിന്നും വ്യക്തമാകുന്നത്. ആദ്യത്തെ കിട്ടിയിരിക്കുന്ന കാർഡാണെങ്കിലും ഒരു ഒറ്റപ്പെടലിൻ്റെ വേദനയെ സൂചിപ്പിക്കുന്ന ഒരു സന്യാസയോഗത്തെ കാണിക്കുന്ന ഒരു കാർഡാണ്. അവസാനത്തെ കാർഡാണെങ്കിലും 5 ഓഫ് കപ്സ് ആണ്. സ്നേഹത്തിൻ്റെ പാനപാത്രം എല്ലാം നിലത്ത് വീണ് പോയിരിക്കുകയാണ്. വിഷമിച്ച് പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. രണ്ട് കാർഡുകളിലും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളെ മറന്നുപോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ സാഹചര്യമാണ് നിങ്ങളിൽ നിന്നും ഈ വ്യക്തി അകന്നുപോയത്. ഒരിക്കലും ഈ വ്യക്തി സ്വന്തമായി നിർമ്മിച്ചെടുത്ത ഒരു സാഹചര്യമല്ല, സ്വന്തമായി എടുത്ത തീരുമാനവുമല്ല. നിങ്ങളെ വേണ്ട എന്ന് വെക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ നിന്നും ബ്ലോക്ക് ചെയ്യാനോ നിങ്ങളെ മാക്സിമം അകറ്റാനോ ഈ വ്യക്തി സ്വയം എടുത്ത തീരുമാനമല്ല. ഈ വ്യക്തിയുടെ സാഹചര്യം അങ്ങനെ ആക്കി തീർത്തതാണ്. ഒരുപക്ഷെ ഈ വ്യക്തി വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാകാം, അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടാകാം. ഇനി അതുമല്ല എന്നാണെങ്കിൽ ഈ വ്യക്തി വേറെ സ്ഥലത്തേക്ക് താമസിക്കാൻ പോയിട്ടുണ്ടാകാം. വേറെ രാജ്യത്തോട്ടോ സംസ്ഥാനത്തോട്ടോ ദൂരെയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ ഈ വ്യക്തി സന്തോഷത്തിലാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും സന്തോഷത്തിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം നമുക്ക് ഡെത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു ദൈവമേ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഒറ്റപ്പെടലിന്റെ വേദന ഈ വ്യക്തിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. നിങ്ങളുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കിവിടെ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും പഴയതുപോലെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സാഹചര്യം അതിന് അനുവദിക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ വ്യക്തിയുടെ വീട്ടുകാരായിരിക്കണം അതിന് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. വീട്ടുകാർ പറയുന്നത്
കേട്ടായിരിക്കണം ഈ വ്യക്തി മുന്നോട്ട് ഓരോ ചുവടും എടുത്തു വെക്കുന്നത്. എന്തു തന്നെയാണെങ്കിൽ പോലും ഇവിടെ വളരെയധികം അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ വ്യക്തി പലവരിൽ നിന്നും നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം അന്വേഷിച്ച് മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് എംപ്രസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഈ വ്യക്തിക്ക് ഒരിക്കലും അത്ര പെട്ടെന്ന് മറന്നു കളയാനോ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കാനോ സാധിക്കില്ല. സാഹചര്യമാണ് ഈ വ്യക്തിയെ അങ്ങനെ ആക്കി തീർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയെയും നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളെ മറന്നുപോയോ എന്ന ചോദ്യത്തിന് ഉത്തരം മറന്നു പോയിട്ടില്ല. സങ്കടത്തിൽ തന്നെയാണ്. നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം എങ്ങനെയെങ്കിലും അവസാനിച്ചിരുന്നെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാമായിരുന്നു എന്നുള്ള ചിന്തയിലാണ് ഈ വ്യക്തി ഇരിക്കുന്നത്. പാനപാത്രമെല്ലാം നിലത്ത് വീണ് ഉടഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും സ്നേഹത്തിന്റെ പാനപാത്രം മറ്റാരുടെ നേർക്കും വെച്ച് നീട്ടാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ നേർക്ക് വെച്ച് നീട്ടാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതായത് ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും പ്രണയം എന്ന വികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു, വറ്റിപ്പോയിരിക്കുന്നു. കാരണം നിങ്ങളോട് മാത്രമായിരുന്നു ഈ വ്യക്തിക്ക് ആ ഒരു വികാരം ഉണ്ടായിരുന്നത്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായന എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചിത്രം സ്ക്രീനിൽ കാണിക്കാം, ഒന്നും കൂടെ കാണിക്കാം, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ചിത്രം തൻ്റെ കാമുകൻ്റെ ചിത്രം നോക്കി നിൽക്കുന്ന, വളരെ സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് കാണിക്കുന്നത്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായന. ഈ വായനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായും ഒരു പുതിയ ഒരു തുടക്കത്തെ പറ്റി ഈ വ്യക്തി ആലോചിക്കുന്നുണ്ട്. അത് പതുക്കെയല്ല, വളരെ വേഗത നിറഞ്ഞ രീതിയിൽ തന്നെയാണ് ഈ വ്യക്തി ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിയുമായി നിങ്ങൾക്കുള്ളത് ഒരാത്മബന്ധം തന്നെയാണ്. നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് 6 ഓഫ് കപ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഇതൊരു സോൾമേറ്റ് ജേണി ആകാം, അല്ലെങ്കിൽ ഒരു പൂർവജന്മ ബന്ധമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ഒരു മുജ്ജന്മ ബന്ധമോ ഒരാത്മബന്ധമോ ഒരു ദൈവിക ശക്തി ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരുപാട് വേദനകളെയും ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങളെയും നല്ല രീതിയിൽ മാറ്റി നിർത്താൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ പ്രണയബന്ധത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. പക്ഷേ ചില സമയത്ത് നിങ്ങൾക്കിടയിലുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം പരീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പരീക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഉദാഹരണത്തിന് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷെ അവിടെ തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു. അത് നീട്ടി നീട്ടി ദൂരേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് അതൊരു തർക്കത്തിലേക്കും നിങ്ങളുടെ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങളായിട്ടും അങ്ങനെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഈ വ്യക്തിയുമായി നിങ്ങൾ ചിലപ്പോൾ ചെറിയ സൗന്ദര്യ പിണക്കത്തിലായിരിക്കാം, ചെറിയ രീതിയിലുള്ള ഒരു വാക്ക് തർക്കത്തിലോ വഴക്കിലോ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ വ്യക്തി നിങ്ങളെ മറന്നു പോയി എന്നുള്ളത്. ഒരിക്കലുമില്ല. ഈ വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാത്തതും കോള് ചെയ്യാത്തതും എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ യഥാർത്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഈ വ്യക്തി മറ്റുള്ളവർ വഴി ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള വിശദവിവരങ്ങൾ എത്തിച്ചു കൊടുക്കാനായി വേറെ പാത്തും പതുങ്ങി നിൽക്കുന്ന ആളുകൾ ഇവിടെയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനാൽ നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തിക്ക് പേടിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം.
നിങ്ങളെക്കുറിച്ച് മറന്നുപോയോ എന്നുള്ള ചോദ്യത്തിന് ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ മറക്കുകയില്ല. കാരണം ഈ വ്യക്തിയുടെ ജീവന്റെ പാതി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടുപേരുടെയും സ്നേഹത്തിന് ഒരിക്കലും ഒരു കളങ്കവുമില്ല. ഒരു മോശപ്പെട്ട കാര്യവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരായിട്ട് തർക്കിച്ചു നിന്നിട്ടേയുള്ളൂ. അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, കാമുകി കാമുകന്മാരായിരിക്കാം. ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള ഒരു അകൽച്ചയിലായിരിക്കാം നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞു പോകുന്നത്. പക്ഷേ അതിനിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി അനാവശ്യമായിട്ടുള്ള വ്യക്തികൾ കടന്നു വന്നിട്ടുണ്ടാകാം. പക്ഷേ ഒരു വ്യക്തിയുടെയും ദുരുദ്ദേശത്തിന് മുന്നിൽ ഈ വ്യക്തി വഴങ്ങിക്കൊടുക്കില്ല. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള വ്യക്തികൾ ഇതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാൽ പോലും ഈ വ്യക്തി അതിൽ വഴങ്ങിക്കൊടുക്കുകയുമില്ല, നിങ്ങളെ തെറ്റിദ്ധരിക്കുകയുമില്ല. പക്ഷേ നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ ഏതാനും ചില തടസ്സങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതൊരു കാലചക്രം കഴിയുമ്പോൾ, ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത് താനെ ശരിയാകും എന്നുള്ള വിശ്വാസത്തിലാണ് ഈ വ്യക്തിയായാലും നിങ്ങളായാലും ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി മറ്റുള്ളവരോട് വാദിക്കുന്നുണ്ട്, തർക്കിക്കുന്നുണ്ട്. നിങ്ങൾ അത്രമേൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ കാർഡ്സിൽ നിന്ന് വ്യക്തമാകുന്നത്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള സ്നേഹം തന്നെയാണ്. നിങ്ങളുടെ അടുത്തേക്ക് കുതിരപ്പുറത്തേന്തി പാഞ്ഞു വരുന്ന ഒരു രാജകുമാരനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുടെ ചിത്രം നോക്കിക്കൊണ്ട് ഒരുപാട് നേരം ഇരിക്കുന്നുണ്ടാകാം, ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകാം. ഈ വ്യക്തിയുടെ ചിത്രം നോക്കിക്കൊണ്ട് നിങ്ങൾ ഈ വ്യക്തിയോട് സംസാരിക്കുന്നുണ്ടാകാം, ഈ വ്യക്തിയുടെ ശബ്ദരേഖകൾ കേൾക്കുന്നുണ്ടാകാം, നിങ്ങളുമായിട്ടുള്ള ചാറ്റിംഗ് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് നോക്കുന്നുണ്ടാകാം. ഈ വ്യക്തിയെ സംബന്ധിച്ചെടുത്തിട്ടുള്ള ഏത് കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആശ്വാസമാണ്. ആ ഒരു അതേ വികാരം തന്നെയാണ് ഈ വ്യക്തിക്കും നിങ്ങളോടുള്ളത്. അതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള സൗന്ദര്യപ്പിണക്കത്തിലാണെങ്കിൽ പോലും നമുക്ക് ഫുൾ കാർഡാണ് ലഭിച്ചിട്ടുള്ളത്. പുതിയൊരു തുടക്കത്തെയും പല പ്രശ്നങ്ങളുടെയും അവസാനത്തെയുമാണ് ഇതും കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് നല്ലൊരു സോൾമേറ്റ് കണക്ഷനാണ്. അതല്ല എങ്കിൽ നല്ലൊരു മുജ്ജന്മ ബന്ധമായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായന. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.